ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. അതസേ പുഷ്പസങ്കാശം ഹാരനൂപുരശോഭിതം രത്നകങ്കണകേയൂരം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഇന്ന് നമുക്ക് 5ഉം 6ഉം ശ്ലോകങ്ങൾ പഠിക്കാം. ശ്രീമദ് നാരായണീയം ദശകം 16 നരനാരായണ ചരിതവും ദക്ഷയാഗവും. ശ്ലോകം 5. കാമോ വസന്തമലയാനിലബന്ധുശാലീ കാന്താകടാക്ഷവിശിഖൈർവികസദ്വിലാസൈ വിദ്യന്മുഹുർമുഹുരകമ്പമുദീക്ഷ്യ ച ത്വാം ഭീതസ്ത്വയാഥ ജഗദേ മൃദുഹാസഭാജാ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാന്ന് നോക്കാം. കാമോ വസന്തമലയാനില ബന്ധുശാലി. ഒന്നിച്ച് ചൊല്ലാനുള്ളതാണത്. വസന്തമലയാനില ബന്ധു. ബ എന്നുള്ളത് ബാലൻ എന്നുള്ളതിലത്തെ ഥ എന്നുള്ളത് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ശാലീ എന്ന് നീട്ടിയിട്ട് കാന്താ കടാക്ഷ വിശിഖൈർ, ഈ ഒരു വാക്കും ഒന്നിച്ചിട്ട് ചൊല്ലണം. കാന്താ കടാക്ഷ ക്ഷ എന്നുള്ളത് നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. വിശിഖൈർ ഖൈ എന്നുള്ളതും നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. വികസത് വിലാസൈ, അവിടെ വിസർഗമുണ്ട്, അപ്പം അങ്ങനെ നിർത്തണം. വികസദ്വിലാസൈ, ദ്വി എന്നുള്ളത് പിരിച്ചിട്ട് വികസദ് വിലാസൈ അങ്ങനെയും ചൊല്ലാം. വിദ്യൻ മുഹുർ മുഹുർ അകമ്പം ഉദീക്ഷ്യ, അത് ചേർത്തിട്ടാണ്. വിദ്യൻ മുഹുർ മുഹുരകമ്പമുദീക്ഷ്യ ചേർത്ത് എഴുതിയിരിക്കുന്നത്. വിദ്യൻ വിദ്യ എന്നുള്ളതിൻ്റെ ധ്യ എന്ന് നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ഥ എന്നാണ്. മുഹൂർ എന്ന് ഫസ്റ്റിലത്തെ മുഹൂർ എന്നുള്ളതിന് ഒരു മാന്ന് മതി. രണ്ടാമത് നമ്മൾ ചേർത്ത് ചൊല്ലുമ്പോൾ 2 മാന്ന് വേണം. മുഹൂർ മുഹുരകമ്പമുദീക്ഷ്യ, മുദീക്ഷ്യ ദീ എന്നുള്ളത് ദ എന്നുള്ള ദയിലത്തെ ദ എന്നാണ്. ക്ഷ്യ എന്നുള്ളത് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ച ത്വാം, ത്വാം നാവാള ചിഹ്നം ദീർഘം മുറുക്കം അതൊക്കെ ശ്രദ്ധിച്ചോളൂ. ഭീത ത്വയാ അഥ, അത് ചേർത്തിട്ടാണ്. ഭീതസ്ത്വയാഥ, ഭീ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഥ എന്നുള്ളതും നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ജഗദേ നീട്ടിയിട്ട് ജ ഗ ദേ. മൃദുഹാസഭാജ, മൃദു മൃ മാ നെയ്തിയിട്ട് പാതിയെന്നുള്ളൂ കൊടുക്കുമ്പോൾ മൃ നായി. ഫുള്ള മേലേക്ക് കൊണ്ടുപോയാൽ അത് മ്ര. ഇത് പിന്നെയും പറയണത് ഇതാദ്യമായിട്ട് ചൊല്ലണവർക്ക് മനസ്സിലാവില്ലല്ലോ, അതുകൊണ്ട് പറയാണ്. മൃദുഹാസഭാജ, ഭ എന്നുള്ളത് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ജ നീട്ടിയിട്ട് അങ്ങനെ നിർത്താം. കാമോ വസന്തമലയാനിലബന്ധുശാലീ കാന്താകടാക്ഷവിശിഖൈർവികസദ്വിലാസൈ വിദ്യന്മുഹുർമുഹുരകമ്പമുദീക്ഷ്യ ച ത്വാം ഭീതസ്ത്വയാഥ ജഗദേ മൃദുഹാസഭാജാ. അടുത്തത് 6ാമത്തെ ശ്ലോകം. ഭീത്യാലമങ്കജവസന്തസുരാംഗനാവോ മന്മാനസം ത്വിഹ ജുഷധ്വമിതി ബ്രുവാണ ത്വം വിസ്മയേന പരിതഃ സ്തുവതാമഥൈഷാം പ്രാദർശയ സ്വപരിചാരകകാതരാക്ഷീ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. ഭീത്യ അലം അങ്കജ, അത് ചേർത്തിട്ടാണ്. ഭീത്യാലമങ്കജ, ഭീ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. വസന്ത സുരാംഗന നീട്ടിയിട്ട് വോ. മന്മാനസം, അത് ചേർത്ത് എഴുതിയതാണ്. മന്മാനസം. തു ഇഹ ത്വിഹ ജുഷധ്വം ഇതി,
ജുഷധ്വമിതി ധ്വ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ബ്രുവാണ അവിടെ വിസർഗമുണ്ട്, അപ്പം അങ്ങനെ നിർത്തണം. ബ്രു എന്നുള്ളത് മൃദുവായിട്ട് പറയാനുള്ളതാണ്. ത്വം വിസ്മയേന പരിത അവിടെയും വിസർഗമുണ്ട്, അപ്പം അങ്ങനെ നിർത്തണം. സ്തുവതാം അഥ ഏഷാം അത് ചേർത്തിട്ട് സ്തുവതാമഥൈഷാം ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഷാം എന്ന് നീട്ടിയിട്ട് മുർക്കം. പ്രാദർശയ അവിടെയും വിസർഗമുണ്ട്. പ്രാദർശയ ദയ എന്നുള്ളതിൻ്റെ എന്നാണ്. ദർശയ അവിടെ വിസർഗം. സ്വപരിചാരക കാതരാക്ഷി അതൊന്നിച്ചിട്ട് പറയാനുള്ളതാണ് ആ വാക്ക്. സ്വപരിചാരക കാതരാക്ഷി സ്വപരിചാരക കാതരാക്ഷി വള്ളി നീട്ടിയിട്ട് വിസർഗണ്ട അങ്ങനെ നിർത്തണം. ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ഭീത്യാലമംഗജവസന്തസുരാംഗനാവോ മന്മാനസം ത്വിഹജുഷധ്വമിതി ബ്രുവാണ ത്വം വിസ്മയേന പരിതഃ സ്തുവതാമഥൈഷാം പ്രാദർശയ സ്വപരിചാരക കാതരാക്ഷി. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.